എടി പെണ്ണേ, രണ്ടാം തവണയാ നീ കാരണം ഞാൻ ഇതുപോലെ പെടുന്നത്. വിടില്ല, നിന്നെ ഞാൻ വിടില്ല. നീ എവിടുത്തുകാരിയാണെങ്കിലും നീ ആര് തന്നെയാണെങ്കിലും നീ ജീവിതകാലം മുഴുവൻ ഓർത്തു വയ്ക്കുന്ന ഒരു സമ്മാനവുമായി ഞാൻ വരാം. എന്ത് ചെയ്തിട്ടാ പിടിച്ച് ഉള്ളിലിട്ടെ? കല്യാണം കഴിച്ചോണ്ടിരിക്കുമ്പോ എന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്തു ചേട്ടാ. ആണോ? സാറേ, ഇത് മഹാ കഷ്ടമാ സാറേ. ഒരാൾ സന്തോഷത്തോടെ കല്യാണം കഴിക്കുമ്പോ അയാളെ പിടിച്ച് അകത്തിടുന്നോ? ഇത് എന്ത് അനീതിയാണ് സാറേ? എടാ കിട്ടു, കിട്ടു, കിട്ടു മോനെ, കിട്ടു മോനെ, കിട്ടു. സൂരി, കിട്ടു, പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം നിന്റെ അച്ഛനെ ആരോ ഫോൺ ചെയ്ത് പറഞ്ഞടാ. കിട്ടുവിനെ പുറത്തിറക്കാൻ പോകാൻ മോനെന്ന് പറഞ്ഞപ്പോ നിന്റെ അച്ഛൻ എന്താ പറഞ്ഞേന്നോ? ഞാൻ പറഞ്ഞുതരാം. അവൻ വെറും വേസ്റ്റാ. അവന് തിന്നാൻ കൊടുക്കുന്നതിനേക്കാൾ പട്ടിക്ക് കൊടുക്കുന്നതാ നല്ലത്. അവൻ സ്റ്റേഷനിൽ തന്നെ കിടക്കട്ടെ എന്ന് തോന്നിയ പോലെ സംസാരിച്ചു കാണും. എന്താ അല്ലേ? എന്റെ അച്ഛൻ പറഞ്ഞത് കേട്ട് ഒന്നും പറയാൻ പറ്റാതെ എന്റെ ഗ്രേറ്റ് മദർ സരോജ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാ അല്ലേ? അതേടാ. तो चिंता मत कर सूरी, इस किट्टू को एक दिन आएगा, हम करोड़पति बनेगा. ഇനി എത്ര കാലം ഈ ഡയലോഗ് കേൾക്കണം? ഏയ്, എന്താ ഇവിടെ ഒരു മീറ്റിംഗ്? SI സാറേ, എന്റെ കൊച്ചിനെ വെറുതെ വിടണം. അവനെ വിടണമെന്നോ? അവൻ ജീവിതകാലം മുഴുവൻ ജയിലിൽ തന്നെ കിടക്കും. ഈശ്വര, അവൻ ചെയ്തത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ഇത്രയും കാലം കരുതിയത് വേറെ ഏതോ രാജ്യത്ത് വന്ന കള്ളനാണ്. എന്നിട്ട് ഇന്ന് അവനെ കിട്ടിയത്. അവനെ വിടുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ എന്റെ കയ്യിലെടുത്ത് വെച്ച ഒരു 2000 രൂപയുണ്ട്. ഇത് വാങ്ങിയിട്ട് അവനെ വിട് സാറേ. നിങ്ങൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? 2000 രൂപ കൈക്കൂലി എന്ന മയങ്ങി വീഴുന്നു കരുതിയോ? എന്നാ ആരോടേലും കടം വാങ്ങി ഒരു 5000 രൂപ കൊണ്ടുവരാ മോനെ. അവനെ ഇറക്കി വിടുവോ? ഇനി ഒരു അക്ഷരം ഇന്ത്യ പേടിച്ചാകത്തിടി ഞാൻ. നിങ്ങളുടെ കാലം ഞാൻ പിടിക്കാം. ദയവ് കാണിക്കണം മോനെ. കോൺസ്റ്റബിൾ, ആദ്യം ഈ കിളവിയെ പിടിച്ച് പുറത്താക്ക്. വേണ്ട, കിട്ടു, നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങൾ ടെൻഷൻ ആവണ്ട സൂരി, ഞാൻ എങ്ങനെങ്കിലും പുറത്തു വന്നോളാം. ഈവൻ ഇനി എന്തൊക്കെ സംഭവിച്ചാലും പുറത്തു വരില്ല. ആദ്യം കോടതി കൊണ്ടുപോകും, അവിടെ നിന്ന് പിന്നെ ജയിലിലേക്ക്. സാറേ സാറേ സാറേ, പേടിപ്പിക്കല്ലേ സാറേ. പ്രായമുള്ളതാ, തട്ടിപ്പോവും. എടാ കിട്ടു, നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും പുറത്തിറക്കും. നീ പേടിക്കണ്ട, പേടിക്കണ്ട ചേച്ചി, പോവാൻ നോക്ക്. എടാ നീ പേടിക്കണ്ട, ഞാൻ തിരിച്ചു വന്ന് നിന്നെ ഇവിടുന്ന് ഇറക്കിക്കോളാം. SI സാറേ, എന്റെ മുത്തശ്ശിക്ക് എന്നെ വലിയ കാര്യമാ സാറേ. ഞാൻ പുറത്തിറങ്ങുന്നത് വരെ അവർക്ക് സമാധാനം കിട്ടില്ല. ഒന്നും മനസ്സിൽ വെക്കാതെ എന്നെ ഒന്ന് പുറത്ത് വിട് സാറേ. പുറത്തേക്കല്ല, നിന്നെ കോടതിയിലേക്ക് വിടാൻ പോകുന്നേ. മിണ്ടാതെ അവിടെ അടങ്ങിയിരുന്നോ. അവന്റെ അച്ഛനാണെങ്കി മകനെ ഇറക്കാൻ കൂടെ വാന്ന് പറഞ്ഞപ്പോ വരില്ല എന്ന് പറഞ്ഞു. കാലി വീണിട്ടാണെങ്കിൽ പോലീസ് അവനെ വിടുന്നുമില്ല. കിട്ടുവിനെ ഒന്നും പുറത്തിറക്കാൻ ആരോട് പറയും? കുട്ടിയായിരിക്കുമ്പോ നഷ്ടപ്പെട്ട ഞങ്ങളുടെ മകനെ ഞങ്ങൾക്ക് കണ്ടെത്താനാവോ? മകനെ കണ്ടെത്താൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടവര്. ഈ സമയത്ത് കിട്ടുവിനെ രക്ഷിക്കണമെങ്കിൽ ഇവരെ കണ്ട് സംസാരിക്കുന്നത് മാത്രമാ വഴി. ഇല്ലെങ്കിൽ കിട്ടുവിന്റെ കൂടെ ആരും ഉണ്ടാവില്ല. അവൻ പിന്നെ ജയിലിലും ആവും. ഒന്ന് നിക്കണേ സാറേ, ഒന്ന് നിക്കണേ സാറേ, 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 ഒന്ന് കാറ് നിർത്ത്, വണ്ടി നിർത്ത് മോളെ. ഓട്ടോ വേഗം വാ.
ആ കാറിന്റെ പുറകെ പോ മോനെ. ബ്രഹ്മാവിനെ പോലെ ദിവ്യദൃഷ്ടി കൊണ്ട് ആലോചിച്ച് ആവനിക്ക് അമ്മയുടെ രണ്ടാമത്തെ മകനെ കണ്ടെത്താൻ പറ്റൂ ഇല്ലയോന്ന് ഞാൻ ഇപ്പൊ തന്നെ പറയാം. ഈ പ്രവചനം റോഡിലിറങ്ങി കൊച്ചുകുട്ടികളോട് പറഞ്ഞോ, ഞങ്ങളോട് വേണ്ട. സത്യം വസന്ത, ഞാൻ വേണമെങ്കിൽ അത് തെളിയിച്ച് കാണിച്ചു തരാം. ഹെഡ് വീണാൽ ആവണി സക്സസ്, ടെയില് വീണാൽ ആവണി ഫെയിലിയർ. ഇട്ടോട്ടെ, ഇടുവാണേ. ഇടാൻ പോവാ. 1 2 3. തുറന്ന് കാണിക്കട്ടെ. തുറന്ന് കാണിക്കാൻ പോവാണേ. റെഡി? 1 2 3. ഇതെന്താ? കോയിന് എവിടെ പോയി? ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഒന്നുകൂടെ ഇട്ട് നോക്കാം. മതി മതി, നിർത്ത്. നീ എന്താ ചെയ്യുന്നേ നിഹാരികെ? 1 മിനിറ്റ്. അവനെ ഓപ്പറേഷൻ അജ്ഞാതൻ ഇന്ന് തൊട്ടാണ് ആരംഭിച്ചത്. അജ്ഞാതനോ? യെസ്. അജ്ഞാതനായി കഴിയുന്ന വേദവതി അമ്മയുടെ മകനെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി പോയതുകൊണ്ടാ ആ പേര് തന്നെ ഇട്ടത്. ബല 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 ബല, നന്നായിട്ടുണ്ട്. ആ മകൻ വരുന്നത് വരെ നമുക്കവനെ അജ്ഞാതനെന്ന് വിളിക്കാം. ഓൾറെഡി ഒരു ദിവസം ഇപ്പൊ കഴിഞ്ഞതുപോലെയാ. ഇനി 9 ദിവസം കൂടിയേ ഉള്ളൂ. ഇതിനുള്ളില് ആവനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആവനി വെച്ച ആദ്യത്തെ ചുവട് അട്ടർ ഫ്ലോപ്പായി പോയി. അട്ടർ ഫ്ലോപ്പായെന്ന് നിനക്കെങ്ങനെ അറിയാം? അവനി രുദ്രവരത്തിൽ എത്തുന്നതിന് മുമ്പേ ആ ഹോസ്പിറ്റലിലേക്ക് ഞാൻ കോൾ ചെയ്തിരുന്നു. 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഡെലിവറി കഴിഞ്ഞവരുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിലുണ്ടാവോ? 5 വർഷം മുൻപുള്ളത് തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാ. അപ്പോഴാണോ 25 വർഷത്തെ കാര്യം? അപ്പോ കിട്ടില്ല എന്നാണോ? അതെ. സോ അവനെ അവിടെ ചെന്നിട്ട് പരാജയപ്പെട്ടിട്ട് തിരിച്ചു വരും. ഇതെന്താ, എല്ലാവരും മീറ്റിംഗിലാണല്ലോ. നിന്റെ കാര്യമാ. കലണ്ടർ കണ്ടോ? അത് നിനക്ക് വാണിംഗ് ബെല്ല് പോലെയാ. എന്തോ ഒരു നേട്ടം ഉണ്ടാക്കി വന്ന പോലെ അടക്കി പിടിച്ച് ചിരിക്കുന്ന എന്തിനാ? എന്റെ ആദ്യത്തെ ശ്രമം സക്സസ്. സക്സസ് ആണെന്നോ? ഞങ്ങളത് വിശ്വസിക്കണോ? നിനക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഉറുമ്പിന്റെ ബലമുള്ള തെളിവ് പോലും കിട്ടിക്കാണില്ല. ആരാ ഇവള്? ഞാൻ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലൂ. 25 വർഷങ്ങൾക്ക് മുമ്പ് ആ ഹോസ്പിറ്റലിലെ നേഴ്സായിരുന്നു ഇവര്. എന്നിട്ട് മേലോട്ട് പോയോ? ഇവരുടെ പേര് രാജി. ആ സമയത്ത് ഇവർക്ക് 22 വയസ്സ്. ഇപ്പൊ ഏകദേശം ഒരു 50 വയസ്സിനടുത്ത് കാണും.
ആ പ്രായത്തിലൊക്കെ മരിച്ചു പോവോ? എല്ലാവരും 50 വയസ്സ് വരെ ജീവിച്ചിരിക്കില്ലല്ലോ. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മാഡം ഇങ്ങനെ വിവരക്കേട് വിളിച്ച് പറയല്ലേ. അവന് ചിന്തിക്കുന്നതൊന്നും നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല. ചിരിച്ചോളൂ, നന്നായിട്ട് തന്നെ ചിരിച്ചോളൂ. ഇനി അങ്ങോട്ട് ചിരിക്കാനുള്ള അവസരമൊന്നും നിങ്ങൾക്കുണ്ടാവില്ല. ഞാൻ എന്റെ കുടുംബത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി പോരാട്ടം നടത്തുമ്പോ നീ അത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണല്ലേ? ഞാൻ എന്താ ചെയ്തത്? ഹോസ്പിറ്റലിലേക്ക് നീ ഫോൺ ചെയ്തില്ലേ? ഞാൻ ചെയ്തിട്ടില്ല. നീ ചെയ്തു. വിളിച്ചത് ഞാനാണെന്ന് അയാൾ നിന്നോട് പറഞ്ഞോ? ഞാൻ അയാളോട് എന്റെ പേര് പറഞ്ഞില്ലല്ലോ. നിഹാരികേ, ഇമോഷണൽ ആയിട്ട് നീ തന്നെ ഇപ്പൊ സത്യം പറഞ്ഞു. നീ ഫോൺ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അവിടെ ഫോൺ എടുത്തത് ആണാണോ പെണ്ണാണോന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ല. നീയാ പറഞ്ഞത്. നാണമില്ല നിനക്ക്? കുടുംബത്തിന് നല്ലത് സംഭവിക്കരുതെന്നുള്ള വാശിയാണോ നിനക്ക്? എന്റെ പ്രയത്നങ്ങൾക്ക് വിഘ്നം ഉണ്ടാക്കാനുള്ള പ്രവൃത്തികള് നീ എത്ര ചെയ്താലും ഞാൻ അടങ്ങില്ല. വാ ഏട്ടാ. ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള ഒരു ഫോട്ടോ ഉപയോഗിച്ച് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ വിവരങ്ങൾ അറിയായിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് നീ നേരിട്ട് അവരെ ചെന്ന് കണ്ടിട്ട് തിരിച്ചു വന്നേനെ. സൂപ്പർ സൂപ്പർ ലോജിക് നിഹാരിക. അവരുടെ അവസ്ഥ എന്താണെന്ന് ഇനി നിനക്ക് എങ്ങനെ അറിയാൻ കഴിയും? എവിടെയാണെന്ന് ഇനി നീ എങ്ങനെ കണ്ടെത്തും? ഇതൊന്നും നടക്കില്ല അവനി. നടക്കോ ഇല്ലയോ എന്ന് സമയം ഡിസൈഡ് ചെയ്തോളും. ഈ ഫോട്ടോ വെച്ച് ഞാൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് കാണാലോ. അവനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവളൊരു ശക്തമായ തെളിവും കൊണ്ടാ വന്നത്. ഇനി നിനക്ക് ശ്രീകരനെ കിട്ടാൻ ബുദ്ധിമുട്ടാ. നിന്റെ ഭാവി ഭർത്താവ് ഇപ്പൊ എവിടെയാണോ ആവോ. എടാ അജ്ഞാത, നീ ഇപ്പൊ എവിടെയാടാ മോനെ? എസ് ഐ സാറേ, എസ് ഐ സാറേ, എന്താടാ? കുറച്ച് റെസ്പെക്ട് താ സാറേ. ഫ്യൂച്ചറിൽ എന്നെ പോലുള്ളവര് പൊളിറ്റീഷ്യൻസ് വരെ ആവും. അപ്പൊ തന്നോളം നിനക്ക് റെസ്പെക്ട്. സാറേ, നിങ്ങളോടൊന്ന് സംസാരിക്കണം. ഇങ്ങ് വാ സാറേ. എന്താടാ പറയാനുള്ളേ? നല്ലത് മൈക്കിലൂടെ പറയണം, രഹസ്യങ്ങൾ ചെവിയിലൂടെ പറയണം. അടിച്ച് പൊറഞ്ഞാൻ വിളിക്കും. സാറേ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്തോ സാറേ. മോശം. എന്താണ് നിന്റെ പ്രശ്നം? പറയടാ. സാറേ, പുറത്തു പറയാൻ പറ്റുന്ന കാര്യമല്ല. റീ റെക്കോർഡിംഗ് ഷോട്ടായത്. സാറിന്റെ ചെവിങ്ങാന്നേ. ചേട്ടാ, അവനിക്ക് നമ്മുടെ മോനെ അന്വേഷിച്ച് കണ്ടെത്താനാവൂന്ന് ഏട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? ശ്രീകരനെ നഷ്ടപ്പെടാതിരിക്കാൻ അവളുടേതായിട്ടുള്ള ശ്രമങ്ങള് അവള് നടത്തിയിരിക്കും. നോക്കാം എന്താകുമെന്ന്. ഒന്ന് വേഗം പോ മോനെ. അതാ സാറേ കാര്യം. എന്തു പറയുന്നു? നന്നായിട്ട് ആലോചിച്ച് നോക്ക് സാറേ. ഈ കിട്ടു ഒരു ഓഫർ തന്നു കഴിഞ്ഞാ അത് വെറുതെ ആവില്ല സാറേ. കനല് മതി കാട്ടുതീ ഉണ്ടാവാനെന്നാ പറയുന്നത്. അവന് എങ്ങാണം ആ രാജിയുടെ ഫോട്ടോയും വെച്ച് ഇൻഫർമേഷൻ മൊത്തം കണ്ടെത്തി കഴിഞ്ഞാ നീ ശരിക്കും പെട്ടുപോകും നിഹാരികെ. എന്നെ വെറുതെ ടെൻഷൻ ആക്കല്ലേ നിങ്ങള്.
ഇത്രയും വലിയ വീടോ? അവനെയും ശ്രീകർ എത്തിയോ? ആ, എത്തിയിട്ടുണ്ട് അച്ഛ. എന്തോ ഉപയോഗമില്ലാത്തൊരു എൻക്വയറി നടത്തിയിട്ടാ വന്നത്. അത് കാരണം വലിയ നേട്ടമൊന്നും ഉണ്ടാകില്ല. ഈ വീട്ടിൽ ഉപയോഗമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഒരു ഉപയോഗവും ഇല്ലാതെ ഇവിടെ ഇരുന്ന് കഴിക്കുന്നതും ആരൊക്കെയാണെന്ന് ഉടനെ തന്നെ മനസ്സിലാവും. നിഹാരിക, നിന്നെയാ. കിട്ടു അപ്പോ ഈ വീട്ടിലെ കുട്ടിയാണോ? അവൻ വേദവതിയമ്മയുടെ വീട്ടിലായിരുന്നെങ്കിൽ ചിലപ്പോ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. അവൻ തെറ്റ് ചെയ്തത് ഞാനാ. എന്റെ മകളുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് അവന്റെ ജീവിതം ഞാൻ നശിപ്പിച്ചു. ഇത്രയും കാലം മറച്ചു വെച്ച സത്യങ്ങള് ഇനി പറയാതെ വഴിയില്ല. നീ എങ്ങനെയൊക്കെയാണ് എന്റെ മകനെ അന്വേഷിച്ച് കണ്ടെത്താന്നുള്ള കാര്യം എനിക്കറിയണ്ട. പറഞ്ഞ സമയത്തിനുള്ളില് എന്റെ മകൻ എന്റെ കൺമുമ്പിലുണ്ടാവണം. അതിന് അത്ഭുതങ്ങൾ നടക്കണം. അല്ലെങ്കിൽ ആ രഹസ്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് അതിന് തോന്നുമ്പോ വരണം. അതല്ലാതെ ആവനിക്ക് അതിന് കഴിയില്ല. വേദവതിയമ്മയോട് ഇത് പറഞ്ഞു കഴിഞ്ഞാ അവര് തന്നെ പോയി മകനെ ഇറക്കിക്കോളും. ഞാൻ പറയാൻ പോകുന്ന സത്യം ഒരു മകനെ അവന്റെ പെറ്റമ്മയുടെ അടുത്തേക്ക് എത്തിക്കും. ദൈവമേ, എല്ലാം നല്ല പോലെ തന്നെ നടക്കണേ. ഞാൻ നടത്തുന്നത് ഭഗീരഥ പ്രയത്നമാണ്. ഞാൻ പോകുന്ന വഴിയില് ആരെങ്കിലും മുള്ളായി എന്റെ കാലിൽ തറച്ചു കയറിയാലും ആ പ്രയാണം നിൽക്കില്ല. നിങ്ങളുടെ മകനെ നിങ്ങളുടെ കൺമുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കും. ഏയ് സൂരി, അമ്മയോട് സത്യം പറയാനാ ഞാൻ വന്നത്. അപ്പോഴേക്കും മകൻ വന്നോ? കിട്ടു കൂടെയുള്ളപ്പോ സത്യം പുറത്തു പറയരുത്. അവനും ഇവരും തമ്മില് സ്വഭാവത്തിൽ വളരെ വലിയ വ്യത്യാസം തന്നെയാ ഉള്ളത്. അതുകൊണ്ട് നല്ല സമയം നോക്കിയിട്ട് ആദ്യം വേദവതി അമ്മയോട് പറയണം. അത് കഴിഞ്ഞിട്ട് കിട്ടുവിനോട് പറയാം. നിങ്ങൾക്കുടനെ തന്നെ നിങ്ങളുടെ മകനെ കാണാൻ കഴിയും. എന്ത് പറ്റി വേദ? വയറ്റിലുള്ള കുഞ്ഞ് കാലുകൊണ്ട് ചവിട്ടുമ്പോ ആ വേദനയിൽ പോലും കുഞ്ഞിന്റെ അമ്മയ്ക്കൊരു സന്തോഷം ഉണ്ടാവില്ലേട്ടാ. അതുപോലൊരു തോന്നലുണ്ടാവുന്നു എനിക്ക്. എന്താ സൂരി, എന്താ ഇവിടെ നിൽക്കുന്നേ? നമ്മുടെ ജീവിതവും ഈ കൊട്ടാരം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എടാ, ആദ്യം നീ പുറത്തിറങ്ങ. ഇത് കളഞ്ഞേ കള. വാടാ, ഏയ്, നടക്ക്, സൂരി. വേഗം. എന്തോ എനിക്ക് നഷ്ടപ്പെട്ട എന്റെ മകൻ എന്റെ വിളി കേൾക്കാവുന്ന അകലത്തില്, എന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത്ര ദൂരത്തില് ഉള്ളതുപോലൊരു തോന്നലേട്ടാ. അയ്യോ അയ്യോ സൂരി, എന്താ ഇങ്ങനെ സംസാരിക്കുമ്പോ തള്ളിയിടുന്നേ? നീ എങ്ങനെയാ മോനെ പുറത്തിറങ്ങിയത്? പോലീസുകാർക്ക് പണം കൊടുത്ത് പുറത്തിറങ്ങിയതാ. എന്റെ ഫ്രണ്ടാ എന്നെ ഇറക്കിയത്. നോക്ക്, കള്ള് തരുന്നവൻ മാത്രമല്ല, സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ വരുന്നവനും ദോസ്താ. അതുകൊണ്ട് എന്റെ ഒരു ചങ്ക് ബ്രോ വന്ന് എന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി. അല്ല, ഈ വീട്ടിൽ നിങ്ങൾക്ക് എന്താ പരിപാടി? ഈ വീട് ആരുടെയാ? നിന്റെ അച്ഛന്റെ അമ്മയുടെ.